ഹായ്. നമ്മൾ വീടുകൾ മാത്രമാണോ ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാർക്ക് കേട്ടോ, വീടുകൾ മാത്രമല്ല നമ്മൾ റിസോർട്ടുകളും പണിയാറുണ്ട്. കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മൂന്നാർ ഒരു പ്രൊജക്റ്റ് പണിയതിൻ്റെ കൂടെ നമ്മളൊരു വീട് പണിയുന്ന കാര്യം. പക്ഷേ ഇതാണ് ശരിക്കും ആ വീട്, ആ വീടല്ല, റിസോർട്ട്. നമ്മൾ പണിയുന്ന റിസോർട്ടാണ് ഇട്ടത്. നമ്മളെ ക്ലയൻറ്റ് മുസ്തഫാക്കി മോനുമാണ്. അവർ തൃശ്ശൂരാണ് അവർ വീട്. തോമസ് ഏട്ടൻ്റെയൊക്കെ വീടിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരും. ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ കമ്മിറ്റ് ആയിട്ട് ഏകദേശം ഒരു വർഷത്തിൻ്റെ മുകളിലായി. ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മൂന്നാർ പോകുമ്പോൾ മഴ പെയ്തു, അവിടെ ബേസ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ലാസ്റ്റ് അവസാനം ഞങ്ങൾ ഈ മഴയെ തന്നെ ഇത് തുടങ്ങുക കേട്ടോ. നമ്മൾ കട്ടപ്പനയിൽ കണ്ട പോലെ 5 ഇഞ്ച് തിക്നെസ്സിലാണ് അത് ചെയ്യണത്. അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കോർണർ പില്ലറും കാര്യങ്ങളൊക്കെ ഇടാനുള്ള പുതിയ തരം ഷീറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് ഫ്രഷായിട്ട് അടിച്ച് ആ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീടുകൾ ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞത് 1 വർഷത്തോളം മുന്നേ ബുക്കിംഗ് ചെയ്ത വീടാണ്. അന്ന് സാധാരണ രീതിയിൽ 4 ഇഞ്ചിൽ ചെയ്യാനായിരുന്നു പ്ലാന്. പക്ഷെ നമ്മൾ അപ്ഗ്രേഡ് ആവണതിനനുസരിച്ചിട്ട് നമ്മളെ ക്ലയൻറ്റ് പറയുകയാണ് ഓക്കെ എന്നാൽ അത് നമുക്കിത് 5 ഇഞ്ചിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ഇതും അതിലേക്ക് അപ്ഗ്രേഡ് ആക്കിയിട്ട് ഇപ്പോൾ 5 ഇഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു റിസോർട്ടും പണിയാൻ പോണത്. പിന്നെ ഈ ഒരു സംരംഭം ഞാൻ കേരളത്തിൽ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഇതിൽ ഞാൻ തുടങ്ങിയതിൽ നിന്ന് ഞാൻ തന്നെ ചില വ്യത്യസ്തതകൾ വരുത്തുന്നല്ലാണ്ട് ഇത് കോപ്പി അടിച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യാനായിട്ടോ ഒരു സംരംഭകനും കേരളത്തിൽ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഇത്രയും ഡീറ്റെയിൽസ് വീഡിയോസും ഫോട്ടോസും, അതായത് ഒരു ഇത്തിരി മൂളുള്ള ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസുകൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റയിലും അതേപോലെ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടതിന് ശേഷവും കേരളം ഒട്ടാകെ ഇതുപോലെ ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിലും 1ഉം 2ഉം ആളുകളൊക്കെ ആയിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട്. അവർ നമ്മളോട് സജഷൻ ചോദിക്കാറുണ്ട്. നമ്മളെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് തുടങ്ങിയതും. പക്ഷേ അതൊക്കെ അവരവരുടെ ജില്ലകളിലായിട്ട് അവർ ചുരുക്കി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് കേരളത്തിലുടനീളം ഇത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർക്കൊരു ഇതുണ്ട്, നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുന്നത് കാശിന് വേണ്ടിയിട്ടാണെന്ന്. നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയാണ് ഈ കാണുന്നത്. ഇതേവരെ അതിനെന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അത് എടുക്കാനും കൂടി ഞാൻ അതൊരു ശ്രമിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സാധനങ്ങളും അപ്ലോഡ് ചെയ്യണ, അതായത് നമ്മളെ നല്ല കാര്യങ്ങളും നമ്മളെ പാളിച്ചകളും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യണതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണത് എന്താണ്, ഏത് രീതിയിലാണ് നമ്മൾ വീടുകൾ വെക്കുന്നത്, എത്രത്തോളം അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ആൾക്കാരിൽ മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ട് മാത്രമാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോസ് ഓരോ വീടിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഈ ചാനലിൽ ഇടുന്നത്. കാരണം എൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ വർക്കാണ്. ഞാൻ വേറെ കാര്യങ്ങളൊന്നും ഈ വീഡിയോസിൽ ഇടാറില്ല. ഈ വീടിൻ്റെ കണ്ടൻറ്റ് ഒരു വലിയ കണ്ടൻറ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഇത്രയും കാലം ഭരിച്ച 10 വർഷം ഭരിച്ച ഇടതുപക്ഷമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഭരണത്തേക്ക് വരുന്ന വലതുപക്ഷവും ഈ വീടിൻ്റെ പേരിൽ ഒരുപാട് ചീത്തപ്പേരുകൾ ഇത്രയും ദിവസം നമ്മൾ ടി വിയിൽ രാവും പകലുമായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ, അതായത് ഫേസ്ബുക്കോ ഇൻസ്റ്റയോ നിങ്ങൾ എന്ത് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 1000 അല്ലെങ്കിൽ 10000 പരസ്യങ്ങൾ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ കാണാൻ സാധിക്കും. ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ചെയ്ത വയനാട് പ്രോജക്റ്റിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചിലവാക്കിയിട്ട് ചെയ്ത വീടിന് ചോർച്ച, ആ ചോർച്ച തീർക്കാനായിട്ട് വരയിട്ട് മായ്ക്കണ മന്ത്രി, വരട്ട് മായ്ച്ച മന്ത്രീനെ ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ ജനങ്ങൾ ആ മന്ത്രീനെ തന്നെ മായ്ച്ചു കളഞ്ഞു. അങ്ങനെ ഞാൻ ഈ ചെയ്യണ സംഭവത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ ഏതെങ്കിലും വീട്ടുകാർക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരും എന്നെ മായ്ച്ചു കളയേണ്ടതാണ്. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ ക്ലയൻറ്റുകളും 100% തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് നല്ല ഒരാളെയും കൊണ്ട് ഒരാളെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ പോലെ ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ടും ഉണ്ടോന് പായ കിട്ടാഞ്ഞിട്ടുള്ള തല്ലൂട്ടാണ് ഇവിടെ നാട്ടിൽ. അതായത് ഇപ്പോൾ നമ്മൾ സ്ട്രെച്ചർ ചെയ്ത് കൊടുക്കാത്തതിന് അതിൻ്റേതായ വിഷമം അവർ പ്രകടിപ്പിക്കും. ഇനി സ്ട്രെച്ചറായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയറി താമസിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അവരും. ഇനി എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും 100% നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് പല പല കുറ്റങ്ങൾക്ക് അവർക്ക് കണ്ടുപിടിക്കാനും ഉണ്ടായിരിക്കും. അതൊക്കെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ സഹജമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% ഒരാൾക്കും തൃപ്തിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഒരു 75% ആണെങ്കിൽ കൂടി ബാക്കി 25% നമ്മളെ കുറ്റം തന്നെ ആയിരിക്കും. അങ്ങനെ പറയണേ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊന്നും ഞാൻ വറീഡ് ആവാറില്ല. ഞാൻ വറീഡ് ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈസകൾ ചിലവാക്കിയിട്ട് ഒരു വീട് വെച്ചിട്ട് 1000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റോ ഒരു വീട് ഇത്രയും ഗവൺമെൻറ്റിൻ്റെ പൈസ ചിലവാക്കിയിട്ട് ആ വീടിന് ഇങ്ങനെ ചോർച്ച വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കാറ്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇത്രയും വർക്കുകൾ ചെയ്ത് കൊടുത്തിട്ട് തന്നെ ഒരു 75% അവർ ഹാപ്പി ആണെങ്കിലും 25% കുറ്റം പറയുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ അവർ വിചാരിച്ച സമയത്ത് അവർ വീട് പണി പൂർത്തിയാക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ ഇല്ല, അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ അവർ വീട് പണി നടന്നില്ല എന്നൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ്സ്. അത് എത്ര 25%. അപ്പോൾ ഒരു ഗവൺമെൻറ് പണിയുന്ന സമയത്ത് ഒരു വീട് ചോർന്നൊലിക്കണ അത് വെറുതെ കിട്ടുകയാണെങ്കിൽ കൂടി അവർ അർഹതപ്പെട്ടിട്ടാണ് അവർക്കത് വെറുതെ കിട്ടണത്. ഇവർ വിചാരം അത് വെറുതെ കൊടുക്കുമ്പോൾ എന്തോ
ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കണ പോലെ അങ്ങനെയല്ല. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പൈസ പിരിച്ചിട്ടാണ്, അത് ഇൻക്ലൂഡിങ് ഞാനടക്കം കൊടുത്ത പൈസ പിരിച്ചിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കണം. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു വീട് ചോരാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് 2 വർഷത്തിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ ഒരവസ്ഥ ഇതേവരെ ഒരാൾക്കും വന്നിട്ടില്ല. ഇനി അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ലൈന കൺസ്ട്രക്ഷൻ്റെ പേരിൽ അങ്ങനെ ഒരു വീട് ചോരുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വീട് പൊളിച്ച് പണിയാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാൻ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളിലൊക്കെ ഇതേപോലെ ഇടുന്നതല്ലേ, നമ്മളൊരു ദുരിതബാധിതർക്ക് ഒരു രണ്ടാമതൊരു വീടുണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ആ വീട് എങ്ങനെയാണ് നശിച്ചത്, എന്തുകൊണ്ടാണ് ആ വീട് നശിച്ചത്, അല്ലെങ്കിൽ എന്ത് ദുരന്തം ഉണ്ടായിട്ടാണ് ആ വീടിന് അപകടങ്ങൾ പറ്റിയത്, ഇതൊന്നും പഠിക്കാണ്ട് ഒരു ഗവൺമെൻറ് വീണ്ടും അതേ രീതിയിൽ തന്നെ, അതായത് സാധാരണ നമ്മളെ നാട്ടിൽ ചെയ്യണ സെയിം രീതിയിൽ തന്നെ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു വീട് കെട്ടിയിട്ട്, ഇത്രയും കാലം നമ്മളെ നാട്ടിൽ എത്രയോ വർഷമായി, ഒരു 50-60 വർഷങ്ങളായി നമ്മളെ നാട്ടിൽ ടെറസ് വീടുകൾ ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇത്രയും സാധാരണക്കാർ ചെയ്ത വീടുകൾ ഒന്നും ചോർന്നിട്ടില്ല, 100-ൽ 1-2. പക്ഷേ ഇത്രയും വലിയൊരു ഗവൺമെൻറ് പ്രൊജക്റ്റ്, ഇത്രയും വലിയൊരു ഹെവി ആയിട്ട് നടക്കുന്ന ഒരു പ്രൊജക്റ്റിൽ ഒരിക്കലും സംഭവിക്കാത്ത ഈ ഒരു കാര്യം എങ്ങനെ അവിടെ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് ഒരു കാരണവശാലും ആലോചിച്ചാൽ മനസ്സിലാവുന്നില്ല. കാരണം പൈസയുടെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. അത് നിങ്ങൾ നമ്മളെ ചുമര് കണ്ടില്ലേ, ഈ ചുമരിൻ്റെ പോലെ ഇത് 5 ഇഞ്ച് തിക്നെസ്സാണ് ഈ ഒരു വീടിൻ്റെ ചുമര്. ഇതേ രീതിയിൽ ഒരു 5 ഇഞ്ച് തിക്നെസ്സിൽ നല്ല രീതിയിൽ കമ്പിയും കാര്യങ്ങളും ഇട്ടിട്ട് അതിൻ്റെ മെയിൻ സ്ലാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ചോരില്ല. പിന്നെ ആ വീട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കമ്പനീനെ അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അത് നല്ല രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ മുകളിൽ 4 പില്ലർ ഇട്ടിട്ട് പിന്നെ ഇതേ ബ്രിക്സ് വെച്ചിട്ട് കെട്ടി ഈ ഒരു രീതിയിൽ ചെയ്യണ സമയത്ത് എങ്ങനെയാണോ അവർക്ക് അപകടമുണ്ടായത്, അതേ രീതിയിൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു കാലത്ത് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതന്നെയല്ലേ സംഭവിക്കാൻ പോണത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കാണുന്ന കോൺക്രീറ്റ് ഭിത്തിയിലൊക്കെ അത്ര അധികം കമ്പി ഇട്ടിട്ട് മെയിൻ സ്ലാബ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കോൺക്രീറ്റ് ചുമരാണ് ഈ വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ മൂന്നാറാണ് ചെയ്യണത്. ഇവിടെയും ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. കാരണം മല ഏരിയയാണ്, ഒരുപാട് വെള്ളം കെട്ടുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ലാൻഡ് സൈഡിലിങ്ങൊക്കെ വരാം. ആ സമയത്ത് ഈ വീടിൻ്റെ ചുമരിനെ ബാധിക്കാം. വയനാട് ദുരന്തത്തിൽ സംഭവിച്ചത് ആൾക്കാർക്ക് എന്താണെന്ന് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ഇതേപോലെ കല്ലിൽ കെട്ടിയ വീടും അല്ലെങ്കിൽ പില്ലറിൽ കെട്ടിയ വീടിനും മഴവെള്ളപ്പാച്ചിലിൽ ചുമരിൽ വെള്ളവും കല്ലും മട്ടിയും എല്ലാം കൂടെ വന്ന് അടിക്കുന്ന സമയത്ത് ഭിത്തികൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ സ്ലാബിന് എയറിൽ നിൽക്കാനായിട്ട് പ്രത്യേക കഴിവൊന്നുമില്ല. അതങ്ങനെ എയറിൽ ഒരു ദൈവം പിടിച്ച് നിർത്തൂല. അടിയിൽ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കാര്യം പോലെ തന്നെയാണ്. അതായത് നമുക്കൊരു ബേസ് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മെയിൻ സ്ലാബ് നിൽക്കുക. ഇതുകൂടി മനസ്സിലാക്കാൻ കഴിവില്ലാത്ത എൻജിനീയേഴ്സും അതേപോലെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് നടത്തുന്ന ഗവൺമെൻറ് ആണെങ്കിൽ കൂടി ഇതിനെക്കുറിച്ച് പഠിക്കാനോ ഇനി അവിടെ ഒരു വീട് വെക്കണ സമയത്ത് അവർക്ക് ഒരു ദുരിതവും ഉണ്ടാവരുത് എന്നുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യണത് ഗവൺമെൻറ്റിൻ്റെ പൈസ എടുത്തിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രിമാരെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പൈസയും കൊണ്ടൊന്നുമല്ല, ജനങ്ങളെ കയ്യിൽ നിന്ന് എടുത്ത പൈസ കൊടുത്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ അവർക്ക് ആർക്കും നഷ്ടമില്ലാത്തൊരു കാലത്ത് ഇത് ഭാവിയിൽ അവർക്ക് ഇങ്ങനത്തെ ഒരു ദുരിതം ഇല്ലാത്ത രീതിയിൽ വേണമായിരുന്നു പണിയാനായിട്ട്. ഇന്നൊരു മഴയ്ക്ക് ചോർന്ന സ്ഥലം ഇപ്പോൾ കണ്ടില്ല, ചെറിയ മഴക്കാലം തുടങ്ങുമ്പോഴേക്കേ ഇവിടുത്തെ മൂന്നാറത്തെ അവസ്ഥ എങ്ങനെയാണ്. ഇനി ഇത് ഇപ്പോഴും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം നല്ലൊരു മഴക്കാലം വന്നിട്ടില്ല, ഇനി മഴക്കാലം വരാൻ പോണേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഒരു ചാറ്റൽ മഴയ്ക്ക് ചോർന്നു എന്നാണ് പറയണത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ജനങ്ങൾ കൊടുത്ത പൈസയും ആ വീട്ടിൽ വീണ്ടും താമസിക്കുന്ന ആൾക്കാരെയും ഒരവസ്ഥ കണ്ടില്ലേ. മൂന്നാറിൽ ചെറിയൊരു മഴ പെയ്തപ്പോൾ ഈ വേനൽക്കാലത്തിന് മഴ പെയ്തപ്പോഴാണ് ഈ വെള്ളം വരുന്നത്. അതിനനുസരിച്ചിട്ട് തന്നെ അവിടെ മണ്ണൊലിപ്പും കാര്യങ്ങളും വേറെ നടക്കണം. ഇപ്പം നമ്മളെ രീതിയിൽ ചെയ്യുമ്പോൾ പൈസ കൂടുതലാണ് അല്ലെങ്കിൽ പല കാരണങ്ങളും പറഞ്ഞ് ചൂട് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ്സ് ഇടാറുണ്ട്. നിങ്ങൾ ഏത് രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കോൺക്രീറ്റിൽ ഭിത്തി നിർമ്മിക്കുന്ന അത്ര സ്ട്രെങ്ത്ത് വീടിന് ഒരു കാലത്തും ഒന്നും കിട്ടാൻ പോകില്ല. ഇപ്പോൾ കുറേ ദിവസങ്ങളിലായിട്ട് ഇലക്ട്രിസിറ്റിക്കായിരുന്നല്ലോ പ്രശ്നം. കാരണം ചെറിയ വീടാണെന്നുണ്ടെങ്കിൽ ഫുൾ AC കൊണ്ടാണല്ലോ ഓവർലോഡ് വരുന്നത്. നിങ്ങൾ ചെങ്കല്ലിലും ബ്രിക്സിലും വെച്ച വീടാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് എല്ലാ റൂമിലും AC വെക്കുന്നത്? നിങ്ങൾക്ക് നോർമൽ വീട്ടിൽ നല്ല തണുപ്പ് കിട്ടാറില്ലേ? നല്ല തണുപ്പ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ AC മേടിച്ച് വെക്കണത്? കോൺക്രീറ്റ് വീടിന് മാത്രമാണോ കുറ്റം? അപ്പോൾ സാധാരണ വീട്ടിൽ ചൂടുണ്ടെന്നുള്ളത് എല്ലാ ആൾക്കാർക്കും നാട്ടിലിപ്പോൾ മനസ്സിലായല്ലോ. എല്ലാ ആൾക്കാരുടെ വീട്ടിലും 1-2 AC. എല്ലാ ചൂട് കാലത്തും AC കടകളിൽ വൻ തിരക്കാണ്. സാധാരണ രീതിയിൽ വീട് വെച്ച ആൾ എന്തിന് പിന്നെ AC മേടിക്കണം? കാരണം കോൺക്രീറ്റിൽ വീട് വെച്ച് കഴിഞ്ഞാൽ AC വെക്കേണ്ട വരും, അല്ലെങ്കിൽ ചൂടാണെന്ന് നിങ്ങൾ പറയുന്നത്. സാധാരണ വീട്ടിൽ AC വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കോൺക്രീറ്റ് വീടിനല്ലേ നല്ലത്. കാരണം സാധാരണ വീടിനേക്കാൾ സ്ട്രെങ്ത്ത് കൂടുതൽ കോൺക്രീറ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കാലത്തേക്ക് പോകണം. അതായത് 4 കാലും വെച്ച് പട്ടപ്പര ഓലപ്പരയിൽ മറച്ചിട്ട് അതേപോലെ തന്നെ പട്ട കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ചിലപ്പോൾ ചൂടുണ്ടാവാൻ സാധ്യതയില്ല.
അപ്പോൾ ആൾക്കാർക്ക് ഇതേപോലെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളും പറയാമെന്നല്ലാണ്ട് ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം പറയണ ഒരു മനുഷ്യനെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഈ കോൺക്രീറ്റ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മലപ്പുറം അല്ലെങ്കിൽ മലബാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്രിക്സ് ആണല്ലോ വീട് വെക്കുന്നത്. ബ്രിക്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മെറ്റീരിയൽ ഒന്നല്ലല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, വേറെ എന്തോ മെറ്റീരിയലാണ്. അത് കാരണം കൊണ്ട് അതിലും ചൂടുണ്ടാവാനൊരു സാധ്യതയില്ല. ഈ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കമ്പി ആയിരിക്കും ചിലപ്പോൾ ചൂടുണ്ടാക്കാനുള്ള കാരണം. പിന്നെ ഓലപ്പരയിൽ തണുപ്പെന്ന് പറയാൻ കാരണം ഞാൻ അനുഭവസ്ഥനാണ്. ഞാനൊരു 10 വയസ്സ് വരെ അതിലാണ് താമസിച്ചു കേട്ടോ.